ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നല്ല മഴയാണ്. അപ്പം ഞാൻ കുറച്ച് നേരം പുറത്തൊക്കെ പോയി നിന്ന് വ്യൂ ഒക്കെ കണ്ടു കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടുത്തെ വ്യൂ ഒക്കെ കാണാൻ. പിന്നെ നേരെ അടുക്കളയിലേക്ക് വന്ന് ജനലൊക്കെ തുറന്നിട്ടു പുറത്തേക്കൊക്കെ ഒന്ന് നോക്കിയിട്ടോ. ഞാൻ അങ്ങനെ ചായ വെച്ചു. ഞാനും അച്ഛനും കൂടെ പിന്നെ സിറ്റ് ഔട്ടിലിരുന്ന് ചായയൊക്കെ കുടിച്ചു ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നു. കറി വെക്കാനുള്ളതാണ് കേട്ടോ നോക്കണത്. മുരിങ്ങക്കറി വെക്കാച്ചിട്ടാണ്. അപ്പം മുരിങ്ങക്കറിക്കുള്ള പരിപ്പൊക്കെ കഴുകി ഞാൻ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് പിന്നെ നേരെ ഞാൻ മുരിങ്ങ പൊട്ടിക്കാൻ പോയി. നമ്മുടെ ഉമ്മറത്തെ വീട്ടിലത്തെ മുരിങ്ങക്കൊമ്പ് മഴയത്ത് പൊട്ടി വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് മുരിങ്ങയൊക്കെ പൊട്ടിച്ചു. ഞാൻ പാലിന് പോയിട്ട് വരുമ്പോൾ അങ്ങനെ പൊട്ടിയത് കണ്ടു കേട്ടോ. അതാണ് ഞാൻ വന്ന വഴിക്ക് പിന്നെ വേഗം പരിപ്പ് അടുപ്പത്തിട്ടത്. പിന്നെ ഞാനും അച്ഛനും കൂടെ അതിനെയൊക്കെ ഊരി പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്ന് തീ പിടിപ്പിച്ചു. നമ്മൾ കുറച്ച് ചക്ക വരട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ നേരെ അടുക്കളയിലേക്ക് അടുപ്പിൽ വെച്ച് പിന്നെ ഞാൻ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ച് അതിനെ കഴുകി വെള്ളം വാരാൻ വെച്ചു. പിന്നെ അത് വെള്ളം വാരുന്ന നേരം കൊണ്ട് ഞാൻ ഗോതമ്പ് ദോശയും തേങ്ങ ചട്നി ഉണ്ടാക്കാച്ചിട്ടായിരുന്നു. അപ്പോൾ അതിനുള്ള നാളികേരം പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് ഇത്തിരി കുടിച്ചു നോക്കിയത് കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ, നല്ല മധുരം. പിന്നെ ഞാൻ ഉമ്മറത്തേക്ക് വാഴങ്കണ മുറിക്കാൻ വേണ്ടി പോയപ്പോൾ അച്ചുട്ടി അവിടെ പല്ല് തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയില്ല. അവളോട് ഒരു വാഴങ്കണ മുറിച്ച് തരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവളത് മുറിച്ച് തന്നു. എന്നിട്ട് ഞാൻ അതിൻ്റെ തലപ്പൊന്ന് ചെത്ത് പറയണം. അപ്പോൾ അവൾ അതിനെ വെട്ടിക്കളയണം കേട്ടോ. അപ്പോൾ വെട്ടല്ല, അതിന് പതുക്കെ ചെത്ത് പറയണം. അപ്പോൾ അവൾ എനിക്ക് അറിയണില്ല പറഞ്ഞിട്ട് വേഗം എൻ്റെ കൈ കൊണ്ടുവന്ന് തന്നു കേട്ടോ. പിന്നെ ഞാൻ അടുക്കളയിൽ വന്നു. തോരനുള്ള വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞു. അവളോട് ഞാൻ നാളികേരം അരച്ച് തരാൻ പറഞ്ഞു കേട്ടോ. പിന്നെ അവൾ അത് അരച്ചു തന്നു. അതിൻ്റെ ഒപ്പം തന്നെ അവൾ അമ്മൂട്ടി ചേച്ചിക്ക് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മൂട്ടി ചേച്ചി പറഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ മോളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറേ വീഡിയോയിലൊക്കെ അവളുണ്ട്. പിന്നെ ഞാൻ ചട്നിയൊക്കെ വെച്ചു. ആ ചട്ടിയിൽ തന്നെ ഞാൻ വേഗം പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി വെക്കാനുള്ളത് നോക്കിട്ടോ. ഞാൻ ഈ ഗ്യാസിൽ വേഗം വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും വെച്ചു. അപ്പം തന്നെ അച്ചുട്ടീൻ്റെ അടുത്ത് ഞാൻ അവിടുത്തെ മറ്റേ നമ്മുടെ വിറകടുപ്പിൽ ദോശ ഉണ്ടാക്കാനും പറഞ്ഞു കേട്ടോ. ഞാൻ വേഗം കത്തിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ദോശക്കല്ലൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ അവൾ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അത്യാവശ്യം അടുക്കളപ്പണിയൊക്കെ ആൾക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പിന്നെ അച്ഛനും കുട്ടികളും കൂടെ ഹാളിലിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അവർ മൂന്നാളും ഭയങ്കര കൂട്ടാണ്. അവർക്ക് പരസ്പരം 2 ദിവസം കഴിഞ്ഞ് അവർക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ അവരിനെ വിളിക്കുക തൊമ്മനും മക്കളും എന്നാണ്. അവരിൻ്റെ ആ ഒരു നടത്തം എല്ലാം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു ലുക്കാണ്. പിന്നെ ഞാൻ കോഴിക്കൂടൊക്കെ തുറന്നു വന്നു. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് വെന്തുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായി തിളച്ച് വേവാൻ വെച്ചു കേട്ടോ. അത് വേവണ നേരം കൊണ്ട് ഞാൻ നാളികേരവും ജീരകവും വെല്ലുള്ളിയും കൂടി അരച്ച് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ചാറ് നന്നായി വെന്തുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് നമ്മൾ ഊരി വെച്ച മുരിഞ്ഞിട്ടു. എന്നിട്ട് പിന്നെ ഞാൻ മുരിഞ്ഞിട്ട് കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ നാളികേരവും ഒഴിക്കും കേട്ടോ. അങ്ങനെ ഒഴിച്ചു. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ മുരിങ്ങക്കറി വെക്കുക. നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് വലിയ ഉള്ളി ഇല്ലേ, ചെറിയ ഉള്ളിയാണ് നല്ലത്. ഇവിടെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ഉള്ളി അരിഞ്ഞ് അതിന് വെറുതെ വെളിച്ചെണ്ണയിൽ വലിയ ഉള്ളി താളിച്ചിട്ട് അങ്ങനെ ഒഴിക്കും കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് മുരിങ്ങക്കറി വെക്കാറ്. എൻ്റെ ചേച്ചിക്ക് ഞാൻ വെക്കുന്ന കറിയൊക്കെ നല്ല ഇഷ്ടം കേട്ടോ. അവൾ പറയും എപ്പോഴും നിനക്ക് നന്നായിട്ട് നാടൻ കറികൾ വെക്കാൻ നിനക്ക് നന്നായിട്ട് അറിയാൻ പറയും. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കറി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി. എനിക്ക് വീട് വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അച്ഛനും കൂടെ പോവുകയാണ്. അപ്പോൾ ഞാൻ റെഡിയായി വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരയ്ക്കും ബൈ.